നമുക്കൊപ്പം ഇപ്പോൾ അജോയ് ഉണ്ട് ബാങ്കോക്കിൽ നിന്നും. അജോയ്, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് അവിടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ? നിങ്ങളൊക്കെ സുരക്ഷിതരാണോ? എന്താണ് വിവരം എന്ന് പറയാമോ? ഇപ്പോൾ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങുകളിലേക്കും ആക്സസ് കൊടുത്തു. ഞാനും ഇപ്പം എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്ക് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ട്. തായ്ലാൻഡ് ടൈം ഒരു 1:15 കൂടിയാണ് ഇവിടെ ഭൂചലനം അനുഭവപ്പെട്ടത്. വളരെ ശക്തമായ ഒരു ഭൂചലനമായിരുന്നു. നമ്മളുടെ എല്ലാ ബിൽഡിങ്ങുകളും നന്നായി കുലുങ്ങി, ഓഫീസുകളിലെ ഫർണിച്ചറുകളൊക്കെ മറിഞ്ഞു വീണു. മിക്കവാറും ഇപ്പം ഞങ്ങൾ തിരിച്ച് ഓഫീസിലൊക്കെ ചെന്നപ്പോൾ മിക്കവാറും പല ബിൽഡിങ്ങുകളുടെ പല ഫ്ലോറുകളിലും ക്രാക്കുകൾ വീണിട്ടുണ്ട്. ഇവിടുത്തെ മേജർ ബിൽഡിങ്ങുകൾക്കൊക്കെ ക്രാക്ക് വീണു എന്നാണ് പറയുന്നത്. ഈവൻ ഞാൻ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റിലും പല ഫ്ലോറുകളിലും വേൾഡിൽ ക്രാക്ക് വീണിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു തകർന്നു വീണ വർക്കിൽ കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ ആയിരുന്ന ഒരു ബിൽഡിംഗ് അതിന്റെ അത് തകർന്നു വീണ അവിടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്ന ഒരു 80 ആണ് കാഷ്വാലിറ്റി പറയുന്നത്. അത് അതിൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ നോർമൽ അത് വർക്കേഴ്സാണ് കൂടുതലും അതിനകത്ത് കാഷ്വാലിറ്റി വന്നിരിക്കുന്നത്. ബാക്കി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇവിടുത്തെ പബ്ലിക് മെട്രോ റെയിലാണെങ്കിലും അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ആണെങ്കിലും എയർപോർട്ട് ലിങ്കും ഒക്കെ ഇപ്പം ക്യാൻസൽ ചെയ്തേക്കാണ്. എയർലൈൻ റെസ്യൂം ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഇപ്പം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ റോഡുകളും വളരെ തിരക്കാണ്. ആർക്കും വണ്ടികളൊന്നും അനങ്ങാൻ മേലാത്തൊരവസ്ഥ. ട്രാഫിക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബാങ്കോക്ക്. എത്ര സമയം ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടു? എപ്പോഴായിരുന്നു ആദ്യം ഇങ്ങനൊരു അപകട സൂചന ഒക്കെ കിട്ടിയത്? എന്തെങ്കിലും മുന്നറിയിപ്പുകൾ അങ്ങനെ ഉണ്ടായിരുന്നു? മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഓഫീസ് ടൈം ആയിരുന്നു ഒരു 1:50. തായ്ലാൻഡ് ടൈം 1:15. എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. പെട്ടെന്ന് കുലുങ്ങുക. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് ആരും മനസ്സിലായില്ല. പിന്നീട് പെട്ടെന്ന് മനസ്സിലായത് ഒരു ഭൂചലനമാണെന്ന്. പെട്ടെന്ന് എല്ലാവരും ഓഫീസുകളിൽ നിന്ന് ചാടിയിറങ്ങി ഓടുകയായിരുന്നു. സ്കൂളുകളെല്ലാം കുട്ടികളെ പുറത്തേക്ക് ഇറക്കി അപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു, താഴെ വന്നു. പിന്നെ ഇപ്പം ഇവിടെ തായ്ലാൻഡ് ടൈം ലോക്കൽ ടൈം ഒരു 5:45 അപ്പോൾ ഒരു 5:30 നമുക്ക് പെർമിഷൻ കിട്ടിയത് അകത്തേക്ക് കയറാൻ. 1:15 തൊട്ട് 5:30 വരെ എല്ലാവരും വെളിയിൽ തന്നെയായിരുന്നു. ഇനിയും തുടർചലനങ്ങൾക്കുള്ള സാധ്യതയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിന്റെ ഇഷ്യൂ തീർന്നു എന്നാണ് ഇരിക്കുന്നത്. കാര്യം ഇപ്പം പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. ഇപ്പം ലിഫ്റ്റ് ഒക്കെ ഇപ്പോഴാണ് അപ്പാർട്ട്മെന്റിൽ ഓപ്പറേഷനിലായത്. അപ്പം മുന്നറിയിപ്പുകൾ ഇല്ല, ഇഷ്യൂ ഇല്ല, അപകടം കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന് ഒക്കെ സേഫ് ആണല്ലോ അല്ലെ? പരിശോധിച്ചിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ അല്ലേ? അതെ. ചില ബിൽഡിങ്ങുകളിൽ അപ്പാർട്ട്മെന്റുകളിൽ ക്രാക്ക് വീണിട്ടുണ്ടെന്ന് ഇൻമേറ്റ്സ് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടിയിട്ടില്ല. ഓഫീസിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ പല ബിൽഡിങ്ങുകളിലും ക്രാക്ക് വീണിട്ടുണ്ട്, കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇനി എന്തെങ്കിലും പരിശോധന നടത്താതെ താമസിക്കാനും പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ ഓഫീസിലേക്കാണെങ്കിൽ അത് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാവില്ലേ? ഒരു അത്ര വലിയ ഹെവി ഡാമേജ് അല്ല വന്നേക്കുന്നത്, ക്രാക്കാണ്. അപ്പോൾ അതിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഷ്യൂ വരുന്നത്. വാൾ ക്രാക്ക് ഒക്കെ ആണെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാവുന്ന ഇഷ്യൂ ആണ്. അങ്ങയുടെ പരിചയത്തിലുള്ള മലയാളികൾ, മറ്റു ഇന്ത്യക്കാർ, അവരൊക്കെ എങ്ങനെയാ? എല്ലാ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാവരും സേഫ് ആണ്. ആസ് ഓഫ് നൗ നമ്മുടെ എല്ലാ മലയാളികളും ഇന്ത്യക്കാരും സേഫ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കെട്ടിടം തകർന്നു, അതിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവിടെയാണ് കൂടുതൽ അപകടം ഉണ്ടായത് എന്ന്. അപ്പോൾ അവിടെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, അവർക്ക് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്തെങ്കിലും വന്നോ? അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്, ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. അതിൽ അപകടത്തിൽ പെട്ടേക്കുന്നത് ലേബേഴ്സ് ആണ്, അവിടുത്തെ വർക്കേഴ്സ് ആണ് അപകടത്തിൽ പെട്ടേക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് 80ഓളം പേര് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ നമ്പേഴ്സ് ഇനി എന്തായാലും കൂടും. ഈ പറഞ്ഞ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് അവിടുത്തെ ഒരു ഓഡിറ്റ് ബിൽഡിംഗ് ആണ്. ഏകദേശം ഒരു 70-80% പണി പൂർത്തിയായിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഒപ്പം തന്നെ ഈ പാലം തകരുകയൊക്കെ വേറെ എവിടെയെങ്കിലും ഈ രാജ്യത്തിന് മറ്റെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഈ നഗരപ്രദേശങ്ങൾക്ക് എതിരിച്ചാണോ കൂടുതൽ നാശനഷ്ടങ്ങൾ? എക്സ്പ്രസ് വേകളിലൊക്കെ ചില പാലങ്ങൾക്കൊക്കെ ക്രാക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതിന്റെ റിയൽ റിപ്പോർട്ട്സ്. എങ്ങനെയാണ് ഇപ്പൊ നാളത്തെ കാര്യങ്ങളെ കുറിച്ച് സർക്കാരിന് എന്തെങ്കിലും ഒരു ഔദ്യോഗിക മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടോ? നാളെയൊക്കെ നോർമൽ ഡേയിലേക്ക് പോകാൻ കഴിയും? നമുക്ക് പുതിയ ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ആ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എന്തെങ്കിലും സർക്കുലർ പുതിയ ഈവനിങ്ങോട് കൂടി എത്തുമെന്ന് കരുതുന്നു.
അല്ലെ സാധാരണ ഇപ്പോൾ ജപ്പാൻ അടക്കം ആ ഏരിയയിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ എർത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വളരെ ഫലപ്രദമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അതിന് പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി പരിചിതമാണ്. ആ രീതിയിൽ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ? ആളുകൾക്കിപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ? ആക്ച്വലി ഇവിടെ അത്ര ഒരു മാസീവ് ഡാമേജ് ഉണ്ടായിട്ടില്ല. ഈ എർത്തിക്ക് വന്നു, അത് കണ്ടമാനം ആൾക്കാരെ എഫക്ട് ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് അഴിച്ച് ബാക്കിയുള്ള ബിൽഡിങ്ങുകൾക്ക് കൂടുതൽ കേടുപാട് പറ്റിയായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ഒന്നുമില്ല. പിന്നെ തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു കൺട്രി അത്ര പോണായിട്ടുള്ള ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു പുതിയ മുന്നറിയിപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ശരി ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ അജോയ്. പിന്നീടാണെങ്കിലും കൂടുതൽ വിവരങ്ങൾക്കായി അങ്ങേ ബന്ധപ്പെടാമെന്ന് കരുതുന്നു. ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഔദ്യോഗികമല്ലാത്ത കണക്കുകളാണെങ്കിൽ പോലും 80ഓളം തൊഴിലാളികൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇതുവരെ. അതാണ് ആ കെട്ടിടം തകർന്നതാണ് ബാങ്കോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമായിരിക്കുന്നത്.